ഛായയായിരുന്നു 90കൾ. അവരുടെ പ്രണയക്കിനാക്കളിൽ ഈ നടനോളം പാടി അഭിനയിച്ചവരിൽ നാട്ടിടവകളിലെയും നഗരവീഥികളിലെയും തുടർച്ചയായ ബോക്സ് ഓഫീസ് വിസ്ഫോടനങ്ങൾ. അതെ, ആക്ഷൻ ചിത്രങ്ങളിലൂടെ മാത്രം സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയെന്ന ചലച്ചിത്ര സമവാക്യത്തെ കീഴ്മേൽ മറിച്ച് ഇതാദ്യമായി ദക്ഷിണേന്ത്യൻ സിനിമയിൽ പിറക്കുക തന്നെയായിരുന്നു ഒരു ഫാമിലി സൂപ്പർ ഹീറോ. ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തും അനായാസമായിരുന്നു ആ പരകായ പ്രദേശങ്ങൾ. ദേവഭാഷയായ സംസ്കൃതം ഉൾപ്പെടെ 5 ഭാഷകൾ, 3.5 പതിറ്റാണ്ടുകൾ. എത്ര വലിയ താരത്തിരക്കുകൾക്കിടയിലും ആനയും മേളവും ആർത്തിരമ്പുന്ന മനസ്സും അനുകരിക്കാനാവാത്ത അനുകരണാഭിനിവേശവും ജീവശ്വാസമാണ് ഈ ബഹുമുഖ പ്രതിഭയ്ക്ക്. മലയാളികളുടെ സ്വന്തം ജയറാമേട്ടൻ, പത്മശ്രീ ജയറാമൻ, സ്നേഹാദരങ്ങളോടെ സ്വാഗതം. നമ്മുടെ സ്വന്തം ജയറാമേട്ടനെ ഹർഷാദരങ്ങളോടെ നിറയെ സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് പാലക്കാടിന്റെ മണ്ണിലേക്ക് നമസ്കാരം സർ. ഒപ്പം നമ്മളുടെ പ്രിയങ്കരനായ പാലക്കാട്ടുകാരുടെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സർ. വെൽക്കം സർ. പ്രിയപ്പെട്ട സാരഥികൾ ശങ്കരൻകുടി സർ ആൻഡ് അബിത മാം, മോസ്റ്റ് വെൽക്കം, ഹാർട്ടി വെൽക്കം. സ്വാഗതം പാലക്കാട്ടിലേക്ക്. അങ്ങനെ ഒഫീഷ്യലി ഒരു സ്വാഗതം പറഞ്ഞു വിളിക്കുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും പറഞ്ഞാൽ. പാലക്കാടിന്റെ ഏറ്റവും പ്രിയങ്കനായ, ഏറ്റവും സ്നേഹം നൽകുന്ന പാലക്കാടിന്റെ സ്വന്തമാണ് നമ്മുടെ ജയറാമേട്ടൻ. ജയറാമേട്ടനെ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടർ. എനിക്ക് 2 സിനിമയിൽ ജയറാമേട്ടനോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇനിയും ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക് ജയറാമേട്ടനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അല്ലേ? അതെ, തീർച്ചയായിട്ടും ജയറാമേട്ടനും നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നോ അതിൻ്റെ ഇരട്ടി തിരിച്ചങ്ങോട്ടുണ്ട്. കാരണം ജയറാമേട്ടൻ്റെ മിക്ക സിനിമകളും പാലക്കാട്ടുമായിട്ട്, അതെ, കൂടുതലും പാലക്കാട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതും. ആൻഡ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മളുടെയൊക്കെ ഓരോ നിമിഷവും നമ്മളെ ഓർത്ത് ചിരിക്കാനായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങളും സിനിമകളും നമുക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച് ജയറാമേട്ട. അപ്പോൾ ജയറാമേട്ട ഇപ്പോൾ നമുക്ക് എന്റെ പാലക്കാടിന് നമസ്കാരം. എനിക്കിത് മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാൻ സാധിക്കും. കാരണം ഞാൻ ജനിച്ചത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ്. ഈ പാലക്കാടിൻ്റെ മണ്ണിലാണ്. ഈ പാലക്കാടിൻ്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പുകളിലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ്റെ ജന്മനാടാണ് പാലക്കാട്. എല്ലാ അവധിക്കാലത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ്. എനിക്ക് ആനയോടുള്ള സ്നേഹം, ചെണ്ടയോടുള്ള സ്നേഹം, മേളക്കാരോടുള്ള സ്നേഹം എല്ലാം തുടങ്ങുന്നത് ഈ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നാണ്. കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നതാണ് ഇവിടുത്തെ വടക്കന്തറ വേല. ഒരു വർഷം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അന്ന് വരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേളക്കാരും കേരളത്തിലെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലെ ഓരോ പാടവരമ്പുകളും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അങ്ങനെ ഈ പാലക്കാടിലുള്ള സ്നേഹം പിന്നീട് ഒരുപാട് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ പാലക്കാടും ഒറ്റപ്പാലത്തും അഭിനയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഞാനായിരിക്കും. വേറെ ആരുമല്ല, ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനായിരിക്കും. അതിനുശേഷം ദൈവം എനിക്ക് ഒന്നുകൂടി കൊണ്ടുതന്നു.
എനിക്കൊരു മകന്, എൻ്റെ മരുമകന് പാലക്കാട് നിന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഈ ചെറിയ ചിന്നം ഭിന്ന മഴയിലും പിരിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുന്ന എൻ്റെ അമ്മമാരോടും കുഞ്ഞനുജത്തിമാരോടും അനുജന്മാരോടും എല്ലാം ഒരുപാട് 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മാത്രമല്ല, ഞാൻ എടുത്തു പറയേണ്ടത് ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ്, മറ്റാരുമല്ല, സ്വയംവര സിൽക്സിൻ്റെ അതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ ശങ്കരൻകുട്ടി അവർകൾ. മറ്റൊന്നും കൊണ്ടില്ല, സ്വയംവരയുടെ തുടക്കം തൊട്ട് കൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്നത് തൊട്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് നമുക്ക് കുറേ പൈസ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തി ഉണ്ടായതുകൊണ്ടോ മാത്രം കിട്ടുന്ന ഒന്നല്ല. ഞാനിത് പറയാൻ കാരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ മദ്രാസിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായി. മദ്രാസ് നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി ഒരു ദിവസം കൊണ്ട്. നെട്ടോട്ടം ഓടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും നെട്ടോട്ടം ഓടുന്ന ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ വരെ അന്ന് നേരിട്ട് കണ്ടു. അവിടെ ജാതിയില്ല, മതമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്കടലിലകപ്പെട്ട പോലെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അവരെ സഹായിക്കാൻ 1000 കൈകൾ പല സ്ഥലത്തു നിന്ന് വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ആരോടൊക്കെയാ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് ശങ്കരൻകുട്ടിയെ വിളിച്ചു. ശങ്കരൻകുട്ടി, കുറച്ച് ഡ്രസ്സ്, കുറെ കുഞ്ഞുങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരു സ്ത്രീകൾക്കും പറ്റുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടായിരുന്ന മൊത്തം വസ്ത്രങ്ങളും ഒരു വണ്ടിയിലാക്കി ആ കടയടച്ച് അങ്ങനെ എനിക്ക് കൊടുത്തയച്ച ആളാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഒരു മനസ്സെന്ന് പറയുന്നത്.